പാചകക്കാരിയായി ദളിത് സ്ത്രീയെ നിയമിച്ചതോടെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും മാറ്റി രക്ഷിതാക്കൾ. ജാതി വിവേചനത്തിന്റെ ഈ നടക്കുന്ന സംഭവം നടന്നത് കർണാടകയിലാണ്. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ഹൊമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജാതി വിവേചനത്തിന്റെ ഭാഗമായുള്ള ഈ നടക്കുന്ന സംഭവം നടന്നത്. ദളിത് സ്ത്രീയെ പാചകക്കാരിയായി നിയമിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ സ്കൂളിൽ നിന്നും കുട്ടികളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങുകയായിരുന്നു. സ്കൂളിൽ ആകെ ഉണ്ടായിരുന്ന 22 വിദ്യാർത്ഥികളിൽ 21 പേരെയും രക്ഷിതാക്കൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് ചേർത്തു. ദളിത് സ്ത്രീയെ സ്കൂളിലെ ഭക്ഷണം പാചകം ചെയ്യാൻ നിയമിച്ചത് തങ്ങളുടെ മക്കൾ ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമായി എന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. ദളിത് സ്ത്രീയെ നിയമിച്ചതിന് ശേഷം സ്കൂളിൽ നിന്നും ആകെ 7 കുട്ടികൾ മാത്രമാണ് ഉച്ചഭക്ഷണം കഴിച്ചിരുന്നത്. ദളിത് സ്ത്രീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് പ്രദേശവാസികളും പറയുന്നത്. സംഭവത്തെ തുടർന്ന് ചാമരാജനഗർ SP, ജില്ലാ പഞ്ചായത്ത് CEO, വിദ്യാഭ്യാസ ഓഫീസർ എന്നിവരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്കൂൾ സന്ദർശിച്ചു. ജാതി വിവേചനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ ജില്ലാ അധികൃതരും മാതാപിതാക്കളും അധ്യാപകരുമായി ചർച്ചയും നടത്തി. എന്നാൽ കേസ് ഭയന്ന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാകാത്തതിനാലാണ് തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ നിന്നും മാറ്റിയത് എന്നാണ് മാതാപിതാക്കൾ ജില്ലാ പഞ്ചായത്ത് CEOയോട് പറഞ്ഞത്. 8 കുട്ടികളുടെ മാതാപിതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സ്കൂളിൽ തിരിച്ചു ചേർക്കാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. സ്കൂളിൽ നിലവിൽ ഒരു കുട്ടി മാത്രമേ ഇപ്പോഴുള്ളൂ. ആ കുട്ടിയുടെ മാതാപിതാക്കളും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ഇതോടെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് സ്കൂള്.